ഹലോ എവ്രി വൺ, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് വെരിലോഗ് പ്രോഗ്രാമിംഗ് ആണ്. സോ വെരിലോഗ് പ്രോഗ്രാമിംഗ് എന്നുള്ളത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും മാത്രം പഠിക്കാനുള്ള ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് കോമൺ ടു ECT 203 ലോജിക് സർക്യൂട്ട് ഡിസൈൻ. നമ്മൾ ഇതുവരെ പഠിച്ച ടോപ്പിക്സ് എല്ലാം കമ്പ്യൂട്ടർ സയൻസിനും ECക്കും ITക്കും എല്ലാം കോമൺ ആയിരുന്നു. ഇത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രം പഠിക്കുന്നതാണ് വെരിലോഗ് പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് വെരിലോഗ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതിന് മുന്നേയായിട്ട് നമുക്ക് എങ്ങനെയാണ് സിലബസിൽ ഇത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. സോ 4 മൊഡ്യൂളിലും വെരിലോഗ് പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സ് ഓരോ മെത്തേഡിലാണ് പഠിപ്പിക്കുക. ചിലവർ എന്ത് ചെയ്യും, ആ മൊഡ്യൂളിൻ്റെ കൂടെ തന്നെ വെരിലോഗ് പ്രോഗ്രാം പറഞ്ഞു പോകും. ചില സ്റ്റാഫ് എന്ത് ചെയ്യും, എൻ്റെയർ സിലബസ് കഴിഞ്ഞിട്ട് വെരിലോഗ് ഫസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. കാരണം കംപ്ലീറ്റ് ലോജിക് സർക്യൂട്ട് ഡിസൈൻ പഠിച്ചതിന് ശേഷം വെരിലോഗ് പഠിക്കുന്നതാണ് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നിങ്ങൾ നോക്ക്, 4 മൊഡ്യൂളിലും വെരിലോഗ് നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ അതിൽ ബേസിക്സ് ഓഫ് വെരിലോഗ്, അതുപോലെ അതിൻ്റെ ബേസിക് ലാംഗ്വേജ് എലമെൻറ്റ്, ഐഡൻറ്റിഫയേഴ്സ്, ഡാറ്റ ഓപ്പറേറ്റേഴ്സ്, സ്കെയിലർ ഡാറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് ഓപ്പറേറ്റേഴ്സ് ആണ്. ബാക്കി എല്ലാ ടേമും നമ്മൾ ഒരു വെരിലോഗ് പ്രോഗ്രാമിൻ്റെ കൂടെ തന്നെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 2 നിങ്ങൾ നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 2 വരുന്നത് മോഡലിംഗ് ഇൻ വെരിലോഗാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോഡലിങ്സ് ആണ് വെരിലോഗിൽ പഠിക്കാനുള്ളത്. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഗേറ്റ് വിത്ത് സിമ്പിൾ വെരിലോഗ് കോഡ്. അപ്പോൾ നമുക്ക് എത്ര ഗേറ്റ് പഠിക്കാനുണ്ട്? നമ്മൾ ഒരുപാട് ഗേറ്റ്സ് പഠിച്ചിട്ടുണ്ട്. ആ എല്ലാ ഗേറ്റിൻ്റെയും വെരിലോഗ് പ്രോഗ്രാം എഴുതണം. നിങ്ങൾക്ക് 1-2 ഗേറ്റ് എഴുതിയാൽ തന്നെ ബാക്കി എല്ലാ ഗേറ്റും എഴുതാൻ പറ്റും. കോമൺ മെത്തേഡാണ് നമ്മൾ എംപ്ലോയ് ചെയ്യുന്നത്. മൊഡ്യൂൾ 3 നോക്ക്, മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് കോമ്പിനേഷൻ സർക്യൂട്ട് വിത്ത് വെരിലോഗ് കോഡ്സ് വിത്ത് ഗേറ്റ് ലെവൽ. അപ്പോൾ ഏതൊക്കെ കോമ്പിനേഷൻ സർക്യൂട്ട്, മക്സ്, ഡിമക്സ്, ആഡർ, സബ്ട്രാക്ടർ, ഇതിൻ്റെയൊക്കെ വെരിലോഗ് പ്രോഗ്രാം എങ്ങനെ എഴുതുന്നതാണ് 3ാമത്തെ മൊഡ്യൂളിൽ പറയുന്നത്. 4ാമത്തെ മൊഡ്യൂൾ നിങ്ങൾ നോക്ക്, മോഡലിംഗ് ആൻഡ് സിമുലേഷൻ ഓഫ് ഫ്ലിപ്പ് ഫ്ലോപ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഇൻ വെരിലോഗ്. അപ്പോൾ ഇങ്ങനെ 4ആയിട്ടാണ് നമുക്ക് വെരിലോഗിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഫസ്റ്റ് 2 മൊഡ്യൂളിൽ ഉള്ള ടോപ്പിക്സ് കവർ ചെയ്യും. അതായത് ഗേറ്റ് ലെവൽ വരെയുള്ള അല്ലെങ്കിൽ ബേസിക് ഗേറ്റ് വരെയുള്ള വെരിലോഗ് പ്രോഗ്രാം നമ്മൾ എന്ത് ചെയ്യും, ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് വെരിലോഗ് പ്രോഗ്രാമിംഗ് എന്നാണ് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുകാർക്ക് ആദ്യം S3 ഒരു EDA ലാബ് എന്നുള്ള ലാബ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത്തവണ അതില്ല. EDA ലാബിൽ ശരിക്കും വിശദമായിട്ട് നമ്മൾ വെരിലോഗ് പ്രോഗ്രാമിംഗ് പഠിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ അവർ ചെയ്തത് ആ ലാബ് ഒഴിവാക്കിയിട്ട് അതിന് പകരം ലോജിക് സർക്യൂട്ട് ഡിസൈൻ എന്നുള്ള സബ്ജക്റ്റിൻ്റെ കൂടെ തന്നെ എന്ത് പഠിപ്പിച്ചു, വെരിലോഗ് പ്രോഗ്രാം പഠിപ്പിച്ചു. അങ്ങനെയാണ് സിലബസ്. അപ്പോൾ നമുക്ക് വെരിലോഗ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ബേസിക്കലി വെരിലോഗ് ഈസ് എ ഹാർഡ്വെയർ ഡിസ്ക്രിപ്ഷൻ ലാംഗ്വേജ്, അല്ലെങ്കിൽ HDL ആണ് വെരിലോഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഹാർഡ്വെയർ ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ആണ് എക്സാക്ട്ലി ഒരു വെരിലോഗ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ഡിസ്ക്രൈബിംഗ് എ ഡിജിറ്റൽ സിസ്റ്റം ലൈക്ക് a network switch or a microprocessor or a memory or a flip-flop. ഇതുപോലത്തെ എല്ലാത്തിനും നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ നമ്മൾ വെരിലോഗ് പ്രോഗ്രാം യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു സിമ്പിൾ നെറ്റ്വർക്ക് സ്വിച്ചിൻ്റെ പ്രോഗ്രാം വെരിലോഗ് വെച്ച് എഴുതാൻ പറ്റും. അതുപോലെ മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യാം. ഒരു മെമ്മറി എലമെൻറ്റിൽ അല്ലെങ്കിൽ ഒരു മെമ്മറി കോഡിങ്ങിന് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, വെരിലോഗ് യൂസ് ചെയ്യാം. നിങ്ങൾ ഓർത്ത് വയ്ക്കുക. It means by using HDL we can describe any digital hardware at any level. ഏത് ലെവലിൽ നമുക്കൊരു ഡിജിറ്റൽ ഹാർഡ്വെയറിനെ വെരിലോഗ് പ്രോഗ്രാം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡിസൈൻ വിച്ച് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ HDL ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടെക്നോളജി, വെരി ഈസി ടു ഡിസൈനിങ്, ഡീബഗ്ഗിങ് ആൻഡ് ആർ നോർമലി മോർ യൂസ്ഫുൾ ദാൻ സ്കീമാറ്റിക്സ്, പെർട്ടിക്കുലർലി ഫോർ ലാർജ് സർക്യൂട്ട്സ്. അപ്പോൾ വെരിലോഗ് പ്രോഗ്രാം നമുക്ക് ഏത് സർക്യൂട്ടും നമുക്കൊരു വെരിലോഗ് കോഡിങ് വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് നമ്മളിപ്പോൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ബേസ് ലെവലുള്ള കോഡിങ്ങാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി സിലബസിൽ കുറേ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ സിലബസിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക് എന്ന് പറയുന്നത് വെരിലോഗ് ഓപ്പറേറ്റേഴ്സ് ആണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഓപ്പറേറ്റേഴ്സ്? വെരിലോഗ് ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് മെയിനായിട്ട് 5 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റാണ് അരിത്മെറ്റിക്, 5 6 ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സെക്കൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. തേർഡ് ഓപ്പറേറ്റേഴ്സ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഫോർത്ത് ആണ് ഇക്വിറ്റി. ഫിഫ്ത്ത് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ആൻഡ് സിക്സ്ത് ഈസ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. ഇത് മേ ബി ഒരു 5 മാർക്കിനൊക്കെ തിയറട്ടിക്കൽ പോർഷനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. വെരിലോഗ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്പറേറ്റേഴ്സ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് അല്ലേ. ഇൻറ്റു,
ഡിവൈഡഡ് ബൈ പ്ലസ് മൈനസ് പെർസെൻറ്റേജ് മോഡുലസ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പവർ. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇൻറ്റു എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ, ഡിവൈഡ്, ആഡ്, സബ്ട്രാക്ട്, പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ മോഡുലസ് എന്നാണ്. അതെന്താ നമുക്ക് പറയാം. ഡബിൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ പവറാണ്, അല്ലെങ്കിൽ എക്സ്പോണൻറ്റിനെയാണ് നമ്മൾ ഡബിൾ സ്റ്റാർ വെച്ച് അരിതമെറ്റിക് ഓപ്പറേഷനിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് സെറ്റ് ഓഫ് ഓപ്പറേഷൻസ്. സെക്കൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ നോക്കുക, ലോജിക് ഓപ്പറേഷൻസ് ആണ്. 3 ലോജിക് ഓപ്പറേഷൻസ് ആണ്. ഒന്ന് ലോജിക്കൽ നെഗേഷൻ, ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ. ഇതാണ് ലോജിക്കൽ നെഗേഷൻ എന്ന് പറയുന്നത്, നോട്ട് ഗേറ്റ്. ഇതാണ് ലോജിക്കൽ ആൻഡ്, 2 ആൻഡ് വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ആൻഡ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ 2 ഓർ സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ലോജിക്കൽ ഓർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. തേർഡ് സെറ്റ് ഓഫ് ഓപ്പറേഷൻ നിങ്ങൾ നോക്ക്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണ്. എന്താണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്? 4 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ഒന്ന് ഗ്രേറ്റർ ദാൻ, ഒന്ന് ലെസ് ദാൻ, ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, സിമ്പൽ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു സിമ്പൽ എങ്ങനെ വരിക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും സിമ്പൽ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ 4 ടൈപ്പ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ആണുള്ളത്. ബേസിക്കലി നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് 4ാമത്തെ ടൈപ്പ്, ഇക്വിറ്റി ഓപ്പറേറ്റേഴ്സ്. അതിൻ്റെ ഈക്വൽ ആണോ അൺഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇക്വിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ഓപ്പറേറ്റേഴ്സാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. ഒന്ന് ഇക്വാലിറ്റി, ഒന്ന് ഇൻഇക്വാലിറ്റി. ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അപ്പോൾ 2 തരം സിമ്പിൾസ് ഉണ്ട്. ഒന്ന് ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള 2 കേസസ് ഉണ്ടെങ്കിൽ എയും ബിയും ഈക്വൽ ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഇക്വാലിറ്റി യൂസ് ചെയ്യുന്നത്. അത് ഈക്വൽ ആണെങ്കിൽ ട്രൂ കണ്ടീഷനും അൺഈക്വൽ ആണെങ്കിൽ ഫാൾസ് കണ്ടീഷനും. അത് നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പോൾ വെദർ ദ കണ്ടീഷൻസ് ആർ ഈക്വൽ ഓർ നോട്ട്, അത് ചെക്ക് ചെയ്യാനാണ് നമ്മൾ ഇക്വിറ്റി ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. 5ാമത്തെ സെറ്റ് നോക്കുക, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. നമുക്ക് നമ്മുടെ വെരിലോഗ് പ്രോഗ്രാമിങ്ങിലൊക്കെ നമുക്ക് ആവശ്യം വരുന്ന എപ്പോഴും എന്തായിരിക്കും? ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, മെയിൻലി 5 ടൈപ്പ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഒന്ന് ബിറ്റ് വൈസ് നെഗേഷൻ, ഒന്ന് ബിറ്റ് വൈസ് ആൻഡ്, ഒന്ന് ബിറ്റ് വൈസ് ഓർ, ഒന്ന് ബിറ്റ് വൈസ് എക്സോർ, ഒന്ന് ബിറ്റ് വൈസ് എക്സ്നോർ. അപ്പോൾ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? നോട്ടിന് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? നോട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. ആൻഡ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നാൻഡ് ഇതിൽ ഇൻഡിക്കേറ്റ് ചെയ്യാം. നാൻഡ് എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും? നോട്ട് പ്ലസ് ആൻഡ് അല്ലേ, നോട്ട് പ്ലസ് ആൻഡ്, ഇതായിരിക്കും നാൻഡ്. അതുപോലെ നോർ, നിങ്ങൾ നോക്ക്, ഓർ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഓർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത് ഇങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും അല്ലേ. അപ്പം നോർ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യും? നോട്ട് പ്ലസ് ഓർ അല്ലേ, ഇത് നോട്ടും ഇത് ഓറും. ഇതുപോലെ നിങ്ങൾ നോക്ക്, എക്സോർ നിങ്ങൾക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. എക്സോർ വിൽ ബി റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഇതുപോലെ എക്സ്നോർ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം നോട്ട് പ്ലസ് എക്സോർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, 6ാമത്തെയാണ് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത്. ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ എന്തായിരുന്നു? ഇക്വിറ്റിയും റിലേഷനും ഒക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചത്. ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. 4 ഷിഫ്റ്റിംഗ് ഓപ്പറേഷൻ പോസിബിൾ ആണ്. ഒന്ന് റൈറ്റ് ഷിഫ്റ്റ്, നമ്മൾ ഷിഫ്റ്റ് രജിസ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ഷിഫ്റ്റ് എന്താണെന്നല്ലേ. അതുപോലെ ലെഫ്റ്റ് ഷിഫ്റ്റ് നിങ്ങൾ കണ്ടോ. അരിത്മെറ്റിക് റൈറ്റ് ഷിഫ്റ്റ്, അത് നമുക്ക് കോഡിങ് വരുമ്പോൾ പറയാം. അരിത്മെറ്റിക് റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ 3 സിമ്പൽ വരും അല്ലേ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ. അതുപോലെ അരിത്മെറ്റിക് ലെഫ്റ്റ് ഷിഫ്റ്റ് 3 തവണ. ലെഫ്റ്റ് ഷിഫ്റ്റ് എന്നുള്ളത് ഒരു തവണയും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അരിത്മെറ്റിക് ലെഫ്റ്റ് ഷിഫ്റ്റിൻ്റെ സിമ്പൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ 6 ഓപ്പറേറ്റേഴ്സാണ് ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോഗ്രാമും വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം, പ്രോഗ്രാമിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമുക്ക് 2 രീതിയിലുള്ള മോഡലിംഗ് ആണ് ഡിസൈൻ ചെയ്യാനുള്ളത്. ചില കേസിൽ 3 മോഡലിംഗ് പറയാറുണ്ട്. പക്ഷേ മെയിനായിട്ട് നിങ്ങൾ ഗേറ്റ് ലെവൽ മോഡലിങ്ങും ഡാറ്റ ഫ്ലോ മോഡലിങ്ങുമാണ് പഠിക്കാനുള്ളത്. ഇത് എന്താണെന്ന് നമുക്ക് തിയററ്റിക്കലി ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഗേറ്റ് ലെവലും ഡാറ്റ ഫ്ലോ ലെവലിലും ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ മതി. എന്നാൽ ജസ്റ്റ് നമുക്കതിൻ്റെ തിയററ്റിക്കൽ ഡിസ്കഷൻ ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മോഡലിംഗ് എന്ന് പഠിക്കാനുള്ളത് ഗേറ്റ് ഫ്ലോ മോഡലിംഗ് അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്.
അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ തിയറട്ടിക്കൽ ഡിസ്കഷൻ നമുക്ക് ആദ്യം നോക്കുകയാണെങ്കിൽ ഡിസൈനിങ് ഇൻ എ കോംപ്ലക്സ് സർക്യൂട്ട് യൂസിങ് ബേസിക് ലോജിക് ഗേറ്റ് ഇസ് ദി ഗോൾ ഓഫ് ഗേറ്റ് ലെവൽ മോഡലിംഗ്. അപ്പോൾ ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ സർക്യൂട്ട് അറിയണം. അപ്പോൾ നമ്മളൊരു ഫുൾ ആഡർ അല്ലെങ്കിൽ ഒരു ഹാഫ് ആഡർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റ് ലെവൽ മോഡലിംഗ്, അതായത് എത്ര ഇൻപുട്ട് ഉണ്ട്, ഇൻപുട്ട് കണ്ടീഷൻസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടുക. ഇപ്പോൾ ആഡർ നോക്കുകയാണെങ്കിൽ സം എന്താണ്, ക്യാരി എന്താണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗേറ്റ് ഫ്ലോ മോഡൽ അല്ലെങ്കിൽ അതിൻ്റെ എൻറ്റയർ സർക്യൂട്ടിനെ കുറിച്ചൊരു ജനറൽ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗേറ്റ് ഫ്ലോ മോഡലിംഗ് ഡിസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. വി സ്പെസിഫൈ ദിസ് ഗേറ്റ് ഓഫ് ദി സർക്യൂട്ട് ഓഫ് കോഡ് ആൻഡ് വെരിലോഗ് സപ്പോർട്ട് ഡിസ്ക്രൈബിംഗ് സർക്യൂട്ട് യൂസിങ് ബേസിക് ലോജിക് ഗേറ്റ് ആസ് പ്രീ ഡിഫൈൻഡ് പ്രിമിറ്റേറ്റീവ്. These primitives are instantiated like modules except that they are predefined in Verilog and do not need a module definition. അത് നമുക്ക് പറയാം, മൊഡ്യൂൾ ഡെഫിനിഷൻസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറയുന്നത് എന്താ നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ഇത്തിരി ഓർത്ത് വയ്ക്കുക, ഗേറ്റ് ഫ്ലോ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഗേറ്റ് ഫ്ലോ മോഡലിങ്ങിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സർക്യൂട്ട് വൈസായിട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഗേറ്റ് ഫ്ലോ മോഡലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇന്നതൊരു എക്സാമ്പിൾ ചെയ്യും അതിൻ്റെ. ഓക്കെ, രണ്ടാമത്തെ മോഡലിംഗ് ആണ് ഡാറ്റ ഫ്ലോ മോഡലിംഗ്. സോ കമ്പയർ ടു ഗേറ്റ് ലെവൽ മോഡലിംഗ്, ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഈസ് എ ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഡാറ്റ ഫ്ലോ ഡിസ്ക്രൈബ് ദി സർക്യൂട്ട് ബൈ ദെയർ ഫംഗ്ഷൻ rather than by gate structure. That become handy because gate level modeling become very complicated for large circuit, because let's face it, a digital circuit with a bunch of gates can seem quite daunting. Hence data flow modeling is very important way of implementing the design. We require the Boolean logic equation and continuous assignment statement to build design. The continuous assignments are made using keyword assign. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇതിൻ്റെ തിയറി ആയിട്ട് ചോദിക്കില്ല, എന്താണ് ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് ചോദിക്കില്ല, എന്നാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണെങ്കിൽ നമുക്കതിൻ്റെ സർക്യൂട്ടിനെ കുറിച്ച് എൻറ്റയർലി ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ ഗേറ്റ് ഫ്ലോ, അതായത് ഏതൊക്കെ സർക്യൂട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, ഏതൊക്കെ ഗേറ്റുകൾ എങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് സർക്യൂട്ടിനെ കുറിച്ച് ഐഡിയ വേണ്ട, പക്ഷെ നമുക്കത് അതിൻ്റെ ബൂലിയൻ എക്സ്പ്രഷൻ, ഫൈനൽ ബൂലിയൻ എക്സ്പ്രഷൻ അറിഞ്ഞാൽ മാത്രം നമുക്ക് ഡാറ്റ ഫ്ലോ മോഡലിംഗ് ചെയ്യാം. അപ്പോൾ ഒരു കോംപ്ലക്സ് സർക്യൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഗേറ്റ് ലെവൽ മോഡലിങ്ങിൽ ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത് കോംപ്ലിക്കേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചും കൂടി ഹയർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യും. ഇതിനാണ് നമ്മൾ ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ, രണ്ട് ടൈപ്പ് മോഡലിംഗ്. ഇനി ബിഹേവിയറൽ മോഡലിംഗ് ഒക്കെ ഉണ്ട്, അതൊന്നും വേണ്ട. നമുക്കിപ്പോൾ തൽക്കാലം ഈ രണ്ട് മോഡലിങ്ങിൽ വെരിലോഗ് പ്രോഗ്രാം എഴുതി പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ഗേറ്റിൻ്റെയും വെരിലോഗ് പ്രോഗ്രാമിംഗ് പഠിക്കാനുണ്ട്. ഞാനൊരു 3 ഗേറ്റ് നിങ്ങളെ പഠിപ്പിക്കും. ഒന്ന് ഓർ ഗേറ്റ്, ഒന്ന് നാൻ ഗേറ്റ്, ഒന്ന് എക്സോർ ഗേറ്റ്. 3 വെറൈറ്റി ഓഫ് ഗേറ്റ്സ്. അപ്പോൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ ഗേറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട ഗേറ്റ് ഏതൊക്കെയാണ്? അപ്പോൾ ബേസിക്കലി നോട്ട് ഗേറ്റ് എന്താണ്, ഏതൊക്കെയാണ് ഗേറ്റുകൾ നോക്കണേ. ഒന്ന് നോട്ട് ഗേറ്റ് എങ്ങനെ ഡിസൈൻ ചെയ്യും, ആൻഡ് എങ്ങനെ ഡിസൈൻ ചെയ്യും, ഓർ എങ്ങനെ ഡിസൈൻ ചെയ്യും, നാൻഡ് എങ്ങനെ ഡിസൈൻ ചെയ്യും, നോർ എങ്ങനെ ഡിസൈൻ ചെയ്യും, എക്സോർ, അതുപോലെ എക്സ്നോർ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത് ഏതൊക്കെയാണ് ഓർത്ത് വയ്ക്കുക. ഓർ പഠിക്കും, നാൻഡ് പഠിക്കും, എക്സോർ പഠിക്കും. ഈ 3ഉം കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഗേറ്റും എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഓർ ഗേറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓർ ഗേറ്റ് ഓൾറെഡി നമുക്കറിയാം. ഓർ ഗേറ്റ് ഈസ് എ ലോജിക്കൽ സർക്യൂട്ട് ഇൻ വിച്ച് ഔട്ട്പുട്ട് ഈസ് ഹൈ ഇഫ് എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ഹൈ. അങ്ങനെയാണല്ലോ ബേസിക്കലി ഓർ ഗേറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഓർ ഗേറ്റിൻ്റെ സിമ്പൽ നിങ്ങൾക്ക് ഇവിടെ കാണാം അല്ലേ. എയും ബിയാണ് ഇൻപുട്ട് എങ്കിൽ എ ഓർ ബി എന്നാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഔട്ട്പുട്ടിനെ, റൈറ്റ്. അപ്പോൾ ഓർ ഗേറ്റിൽ നമുക്ക് 2 ഡിസൈൻ ചെയ്യാനുണ്ട്. ഒന്ന് ഗേറ്റ് ലെവൽ മോഡലിങ്ങും ഒന്ന് ഡാറ്റ ഫ്ലോ മോഡലിങ്ങും. ഗേറ്റ് ലെവൽ മോഡലിംഗ് ഓൾറെഡി നമ്മളിപ്പോൾ പറഞ്ഞല്ലേ തിയറട്ടിക്കൽ പോർഷനിൽ. ഇപ്പോൾ ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യാൻ നമുക്ക് അറിയേണ്ടത് അതിൻ്റെ ഗേറ്റ് എങ്ങനെയാണ് എന്നറിയണം, അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മൾ ചെയ്യുന്നത് ഓർ ഗേറ്റ് ആണ് അല്ലേ. സോ ദ ഔട്ട്പുട്ട് ഓഫ് ദി ഓർ ഗേറ്റ് ഈസ് ഹൈ ഇഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ഹൈ, എൽസ് ദ ഔട്ട്പുട്ട് ഈസ് ലോ. ഹിയർ ഈസ് ദി ലോജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർ ഗേറ്റ്. നിങ്ങൾക്കിവിടെ ഓർ ഗേറ്റ് കാണാം അല്ലേ. ഈ ഓർ ഗേറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 2 ഇൻപുട്ടും ഒരു സിംഗിൾ ഔട്ട്പുട്ടും y = a+b എന്നുള്ളൊരു ഔട്ട്പുട്ടും അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിവിടെ ഈ പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് പ്രോഗ്രാമിംഗ്. നിങ്ങൾ നോക്ക്, ഇവിടെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത്
മൊഡ്യൂൾ എന്നുള്ള കീവേഡാണ്. നിങ്ങൾ കണ്ടോ, ഞാനിവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ. എവിടെ മൊഡ്യൂൾ? ഇതാണ് മൊഡ്യൂൾ എന്നുള്ള കീവേഡ് അല്ലേ. ഇതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു പാർട്ട് ഈ വൈറ്റ് കളറിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ നോക്കാം. എക്സാക്ട്ലി ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഓർ ടു ഗേറ്റ് ലെവൽ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്ത കീവേഡ് ഇതിപ്പോൾ എന്തിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്? ഓർ ഗേറ്റിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. ഏത് ഓർ ഗേറ്റ്? ടു ഇൻപുട്ട് ഓർ ഗേറ്റ്. അപ്പോൾ ഓർ ടു ഗേറ്റ് ലെവൽ എന്നെഴുതി. ഇത് ജസ്റ്റ് ഒരു കീവേഡാണ്. ഈ കീവേഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. ഇപ്പോൾ ഓർ ഗേറ്റ് എന്നോ അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഓർ ഗേറ്റ് എന്നോ സ്പേസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് എഴുതാം. സ്പേസ് വരാൻ പാടില്ല, ഈ കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഈ ഓർ ടു ഗേറ്റ് ലെവൽ എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ്. എന്ത് കീവേഡ് യൂസ് ചെയ്യാം? നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? ഓർ ഗേറ്റ് ലെവൽ എന്നെഴുതാം. ഇങ്ങനെ എഴുതാം. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക. ആദ്യം നമ്മൾ മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓർ ടു ഗേറ്റ് ലെവൽ. ഇത് ഞാൻ യൂസ് ചെയ്തൊരു കീവേഡാണ്. എൻ്റെ ഇഷ്ടമുള്ള കീവേഡ് എനിക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ നോക്ക്, ബ്രാക്കറ്റിൽ മെൻഷൻ ചെയ്യുന്നത് ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് വൈ, ഇൻപുട്ട് എ കോമ ബി. അപ്പോൾ രണ്ട് ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉള്ളത്. അപ്പോൾ ഔട്ട്പുട്ടിനെ വൈ എന്ന് റെപ്രസെൻ്റ് ചെയ്തു. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? ഔട്ട്പുട്ട് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക. ഔട്ട്പുട്ട് സ്പേസ് വൈ. ഓക്കെ. അതുപോലെ ഇൻപുട്ട് നമുക്ക് രണ്ടായിട്ട് മാർക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഇൻപുട്ട് എ, ഇൻപുട്ട് ബി എന്ന് എഴുതാം. ഇൻപുട്ട് എ കോമ ബി എന്ന് എഴുതിയാൽ എയും ബിയും എന്തായിട്ട് റീഡ് ചെയ്യും? ഇൻപുട്ടായിട്ട് റീഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ നോക്ക്, വളരെ സിമ്പിളാണ്. ഫസ്റ്റ് നമ്മൾ എഴുതിയ ഫസ്റ്റ് സ്റ്റേജ് എങ്ങനെയായിരുന്നു? മൊഡ്യൂൾ അല്ലേ. നമ്മൾ യൂസ് ചെയ്യുന്ന മൊഡ്യൂൾ ഏതാണ്? ഓർ ടു ഗേറ്റ് ലെവൽ. ഇത് ജസ്റ്റ് എക്സാമ്പിളാണ്. ഇവിടെ നമ്മൾ എന്തെഴുതി ബ്രാക്കറ്റിൽ? ഔട്ട്പുട്ട്. ഏതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്? വൈ. അതിൻ്റെ ഇൻപുട്ട് ഏതാണ്? ഇൻപുട്ട് എയും ബിയും ആണ് ഇൻപുട്ട്. നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമി കോളൻ ഇട്ടു അല്ലേ. ഇനി നിങ്ങൾ നോക്ക്, അടുത്തത് നമ്മളിവിടെ ഗേറ്റ് ലെവൽ ഇംപ്ലിമെൻറ്റേഷൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കീവേഡ് ഓർ എന്നുള്ള കീവേഡാണ്. ഓർ എന്നുള്ള കീവേഡ് നമ്മൾ എഴുതുമ്പോൾ ഓർ എന്നുള്ള കീവേഡ് എഴുതി. ആദ്യം വൈ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, എ കോമ ബി. ഇത് മൂന്നും ഓർ ചെയ്യാന്നാണ്. അപ്പോൾ ഈ മൂന്നും ഓൾറെഡി നമുക്കറിയാം എയും ബിയും ഇൻപുട്ടും വൈ ഔട്ട്പുട്ടും ആണെന്ന്. അപ്പോൾ ഓർ വൈ എ ബി എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കീവേഡ്സ് ഓറായിട്ട് യൂസ് ചെയ്യണം. അതിൽ എയും ബിയും ഓൾറെഡി ഇൻപുട്ടാണ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എയും ബിയും തമ്മിൽ ഓർ ചെയ്യും. അപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്ത് യൂസ് ചെയ്യാം? ഒരു എൻ മൊഡ്യൂൾ എന്നുള്ള കീവേഡും കൂടി എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ വളരെ സിമ്പിളാണ് ഗേറ്റ് ലെവൽ മോഡലിങ്. ഗേറ്റ് ലെവൽ മോഡലിംഗ് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതേപോലെ ആൻഡ് ഗേറ്റിന് എഴുതാൻ പറ്റുമോ? ആൻഡ് ഗേറ്റിൻ്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് എങ്ങനെ എഴുതും? ആൻഡ് ഗേറ്റ് നമുക്കൊന്ന് ജസ്റ്റ് എഴുതി വയ്ക്കാമല്ലോ. ആൻഡ് ആണെങ്കിൽ ആദ്യം നമ്മൾ ഏത് കീവേഡ് യൂസ് ചെയ്യും? മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. പിന്നെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഞാനിവിടെ ആൻഡ് ഗേറ്റ് ലെവൽ എന്ന് യൂസ് ചെയ്യുകയാണെങ്കിൽ നോ ഇഷ്യൂസ്. ബ്രാക്കറ്റിൽ ഞാൻ എന്തിടാണ്? ഇതും സെയിം കേസ് അല്ലേ. ഔട്ട്പുട്ട് വൈ, ഇൻപുട്ട് എ കോമ ബി. അങ്ങനെ എഴുതിക്കൂടെ ഫസ്റ്റ് കീവേഡ്? അടുത്ത് ഞാൻ എഴുതുന്നത് എന്താണ്? ഓറിന് പകരം ആൻഡ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാണ് ആൻഡ് ഗേറ്റ് ആണെങ്കിൽ അല്ലേ. ഏതൊക്കെയാണ് നമ്മൾ ആൻഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. വൈ കോമ എ കോമ ബി. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ ഫസ്റ്റത്തെ രണ്ട് ലൈൻ കഴിഞ്ഞ് സെമി കോളൻ ഇടാൻ മറക്കരുത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനലി ഓൾറെഡി ഒരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഒരു മൊഡ്യൂൾ നമ്മൾ എൻഡ് ചെയ്യണം. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യും? എൻഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആൻഡ് ഡിസൈൻ ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് എക്സോർ ഡിസൈൻ ചെയ്യാം, എക്സ്നോർ ഡിസൈൻ ചെയ്യാം. അപ്പോൾ എക്സോർ, എക്സ്നോർ, ആൻഡ് ഓർ എന്നുള്ള കീവേഡിനെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു വെരിലോഗ് പ്രോഗ്രാമിംഗ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഗേറ്റ് ലെവൽ മോഡലിംഗ്. ഏതിൻ്റെ ഗേറ്റ് ലെവൽ മോഡലിംഗ് നമ്മളിപ്പോൾ പറഞ്ഞു? ഓറിൻ്റെ. ആൻഡ് ഞാനിപ്പോൾ എഴുതുന്നു, എക്സോർ നിങ്ങൾക്ക് എഴുതാം. എക്സോർ ആണെങ്കിൽ ഈ ഓർ എന്നുള്ള കീവേഡിന് പകരം എന്ത് യൂസ് ചെയ്താൽ മതി? എക്സോർ എന്നുള്ള കീവേഡ് യൂസ് ചെയ്താൽ മതി. ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ നോക്ക്, രണ്ടാമത്തെ മോഡലിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ്. ഡാറ്റ ഫ്ലോ മോഡലിംഗ് പ്രത്യേകത, ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. നമുക്കത് ഗേറ്റിനെ കുറിച്ചൊരു ഐഡിയ വേണ്ട. നമുക്കിവിടെ ബൂലിയൻ എക്സ്പ്രഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഡിസൈൻ ചെയ്യാം? ഡാറ്റ ഫ്ലോ മോഡലിങ്ങിൽ നമുക്ക് വെരിലോഗ് കോഡിങ് ചെയ്യാം. അപ്പോൾ വലിയ ഒരു ഹ്യൂജ് സർക്യൂട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ഫ്ലോ മോഡലാണ്. ഗേറ്റ് മോഡലാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സർക്യൂട്ട് എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഗേറ്റ് ഫ്ലോ മോഡലിംഗ് ചെയ്യാം. അപ്പോൾ ഗേറ്റ് ഫ്ലോ മോഡലിൽ നമ്മളിപ്പോൾ
ചെറിയ സർക്യൂട്ടേ പഠിച്ചിട്ടുള്ളൂ. ആഡറും സബ്ട്രാക്ടറൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോംപ്ലക്സിറ്റി മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, നമ്മളിപ്പോൾ വെരിലോഗ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ഡിസൈൻ ചെയ്യേണ്ടത് ഓർ ഗേറ്റ് ആണ്. അപ്പോൾ സെയിം വേ നമ്മളിപ്പോൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ. അപ്പോൾ ആദ്യം ഞാൻ എഴുതുന്ന കീവേഡ് ശ്രദ്ധിക്കുക. മൊഡ്യൂൾ എന്നുള്ള കീവേഡാണ് ഞാൻ ആദ്യം എഴുതുന്നത്. മൊഡ്യൂൾ, ഇറ്റ് മേ ബി ക്യാപിറ്റൽ ഓർ സ്മോൾ, എം ക്യാപിറ്റലോ സ്മോൾ ആവാൻ നോ ഇഷ്യൂസ്. മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. പിന്നെ ഞാൻ യൂസ് ചെയ്യാണ് ആൻഡ് ടു ഡാറ്റ ഫ്ലോ. ദിസ് ഇസ് ജസ്റ്റ് എ കീവേഡ് ഇൻഡിക്കേറ്റിംഗ് ദ മൊഡ്യൂൾ നെയിം. മൊഡ്യൂൾ നെയിമിന് ഇൻഡിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ജസ്റ്റ് എഴുതുന്ന കീവേഡ് മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീവേഡ് എഴുതാം. ഇവിടെ ഞാൻ ബ്രാക്കറ്റിൽ എഴുതുകയാണ് ഔട്ട്പുട്ട് വൈ കോമ ഇൻപുട്ട് എ കോമ ബി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്തു. ഇനി നിങ്ങൾ നോക്ക്, എക്സാക്ട്ലി നമ്മൾ നേരത്തെ കേസിൽ നമ്മൾ യൂസ് ചെയ്ത കീവേഡ് ഓർ എന്നുള്ള കീവേഡായിരുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്ത കീവേഡ് നോക്കുക, അസൈൻ. അപ്പോൾ ഞാൻ അസൈൻ എന്നുള്ളൊരു കീവേഡ് യൂസ് ചെയ്യാണ്, അസൈൻ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഡാറ്റ ഫ്ലോ മോഡലിംഗ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആകെ അറിയേണ്ടത്, നമ്മൾ ഓൾറെഡി ഒരു ടേബിൾ ഇവിടെ പഠിച്ചിരുന്നു, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ഏത് ടേബിളാണ്? ഇതാ ഈ ഒരു ടേബിൾ. ഈ ഒരു ടേബിൾ വെച്ചിട്ടാണ് നമ്മൾ എക്സാക്ട്ലി എന്ത് ചെയ്യുന്നത്, ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ നോട്ടാണെങ്കിൽ ബിറ്റ് വൈസ് നെഗേഷൻ ആണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യും, ബിറ്റ് വൈസ് ആൻഡ് ആണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യും, ബിറ്റ് വൈസ് ഓർ ആണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യും, ബിറ്റ് വൈസ് എക്സ് ഓർ ആണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യും, എക്സ് നോർ ആണെങ്കിൽ ഈ സിമ്പിൾ യൂസ് ചെയ്യും. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പോൾ നമുക്കിപ്പോൾ ഡിസൈൻ ചെയ്യാനുള്ളത് ഓർ ആയതുകൊണ്ട് ഓർ എന്തായിരിക്കും, ഇതായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ പ്ലസ് എന്നുള്ള സിമ്പിൾ യൂസ് ചെയ്യരുത്. ഓക്കെ, നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിമ്പിളാണ്. അപ്പോൾ നമ്മൾ എക്സാക്ട്ലി നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു ഡാറ്റ ഫ്ലോ മോഡലിംഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, y ഈക്വൽ ടു എ പ്ലസ് പി എന്നുള്ളത് നമ്മൾ അതിൻ്റെ വെരിലോഗ് മോഡലിൽ എഴുതുകയാണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഇങ്ങനെയാണ് എ പ്ലസ് പിക്ക് വരെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ അല്ലേ, ഓൾറെഡി നമ്മൾ പറഞ്ഞു. അപ്പോൾ അസൈൻ എന്നുള്ള കീവേഡ് ഞാൻ യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഔട്ട്പുട്ട് എഴുതുകയാണ്. ഔട്ട്പുട്ടും ഇൻപുട്ടും ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ലൈനിൽ സ്പെസിഫൈ ചെയ്തു, y ഈക്വൽ ടു എ ഓർ ബി. ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലേ, അസൈൻ y ഈക്വൽ ടു എ ഓർ ബി. ഇങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഓൾറെഡി നമ്മളൊരു മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു മൊഡ്യൂൾ എൻഡ് ചെയ്യണം. ലാസ്റ്റ് എന്ത് ചെയ്യുക, എൻഡ് മൊഡ്യൂൾ. അപ്പോൾ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ആകെ അറിയേണ്ടത് മൊഡ്യൂൾ എന്നുള്ള കീവേഡ് എന്തിനു യൂസ് ചെയ്യുന്നു. മൊഡ്യൂൾ എന്നുള്ള കീവേഡ് നമ്മളെ വെരിലോഗ് പ്രോഗ്രാമിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബ്രാക്കറ്റിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും മാർക്ക് ചെയ്യുന്നു. പിന്നെ അസൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുന്നു. ഈ അസൈൻ എന്നുള്ള കീവേഡിൽ എനിക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് എൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഒരു ബിറ്റ് വൈസ് ഓർഡർ ഉണ്ട്. ആ ബിറ്റ് വൈസ് ഓർഡറിൽ നിങ്ങൾക്ക് എൻ്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിനുശേഷം ഒരു മൊഡ്യൂൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഫൈനലി ഒരു മൊഡ്യൂൾ എന്ത് ചെയ്യണം, എൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഓർ ഗേറ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഡിസൈൻ ചെയ്തു. അപ്പോൾ നമുക്കിനി ഓരോന്നും ചെയ്യാം. നമ്മളിപ്പോൾ പറഞ്ഞു ഓൾറെഡി ആൻഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ കീവേഡ് യൂസ് ചെയ്യാം. ഓറാണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാം. ഇപ്പം നാൻഡ് ആണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള കീവേഡ് യൂസ് ചെയ്യാം, നോട്ട് പ്ലസ് ആൻഡ്. നോറാണെങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, നോട്ട് പ്ലസ് ഓർ. എക്സ് ഓർ ആണെങ്കിൽ നമുക്കൊരു കീവേഡ് യൂസ് ചെയ്യാം, ഇങ്ങനെ യൂസ് ചെയ്യാം. എക്സ് നോർ ആണെങ്കിലോ നമ്മൾ കീവേഡ് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എക്സ് നോറിൻ്റെ ഒരു സിമ്പിൾ വെരിലോഗ് പ്രോഗ്രാം എഴുതി നോക്കാം അല്ലേ. നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്ന കീവേഡ് ഏതാണ്, ഞാൻ ഡിഫറെൻറ്റ് കളറായിട്ട് യൂസ് ചെയ്യാം. മൊഡ്യൂൾ എന്നുള്ള കീവേഡാണ് യൂസ് ചെയ്യുന്നത്. മൊഡ്യൂൾ എന്നുള്ള കീവേഡിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യം എക്സാക്ട്ലി ശ്രദ്ധിക്കണേ. ആദ്യം ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡ് ഏതായിരുന്നു, മൊഡ്യൂൾ. ഓക്കെ, ഇനി മൊഡ്യൂളിൻ്റെ പേരാണ് വേണ്ടത് അല്ലേ. പേര് നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാമല്ലോ. നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യുന്ന എക്സ്നോർ അല്ലേ, എക്സ്നോർ ഡാറ്റ ഫ്ലോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കീവേഡ് യൂസ് ചെയ്യാം. ബ്രാക്കറ്റിൽ ഔട്ട്പുട്ട് ഏതാ, y കോമ ഇൻപുട്ട് എ കോമ ബി ഇങ്ങനെ മാർക്ക് ചെയ്യാം അല്ലേ. പിന്നെ ബ്രാക്കറ്റ് സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യണം. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന കീവേഡ് അസൈൻ എന്നുള്ള കീവേഡാണ്. ഇക്വേഷൻ സെറ്റ് ചെയ്യാൻ അസൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും. അസൈൻ y ഈക്വൽ ടു എക്സ് നോർ അല്ലേ, എക്സ് ഓറിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് y ഈക്വൽ ടു എ എക്സ് ഓർ ബി. എ എക്സ് ഓർ ബി ആയിരുന്നു, ഇതിൻ്റെ കോംപ്ലിമെൻ്റാണ് വരിക എക്സ് നോർ എന്ന് പറയുമ്പോൾ. ഇങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ എന്താ ഞാൻ യൂസ് ചെയ്ത കീവേഡ് നോക്ക്, എയും ബിയും നമ്മൾ എക്സോർ ചെയ്തു, അതിൻ്റെ കോംപ്ലിമെൻ്റ് അല്ല എക്സ് നോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം, ഫൈനലി നമ്മളൊരു മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനലി എന്ത് ചെയ്യണം, ഒരു എൻഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് ആകെ മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് ഈ ഒരു എക്സ്പ്രഷനിലാണ്. ഈ എക്സ്പ്രഷൻ എനിക്ക്
ആൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, ഓർ ആയിട്ട് ഡിസൈൻ ചെയ്യാം, നാൻഡ് ആയിട്ട് ഡിസൈൻ ചെയ്യാം, നോർ ആയിട്ട് ഡിസൈൻ ചെയ്യാം, എക്സോർ ആയിട്ടും എക്സ്നോർ ആയിട്ടും ഡിസൈൻ ചെയ്യാം. എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും എനിക്കിതാ ഈ ഒരു പാറ്റേണാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആകെ ഡിഫറൻസ് വരുന്നത് ഒരു നോട്ട് ഗേറ്റ് ആണെങ്കിൽ ഡിഫറൻസ് വരും. നോട്ട് ഗേറ്റ് ആണെങ്കിൽ ആകെ എനിക്ക് ഒരു ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും മാത്രമേ വരുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏത് ബൂലിയൻ എക്സ്പ്രഷൻസും എന്ത് ചെയ്യാം, ഡാറ്റ ഫ്ലോ മോഡലിങ്ങിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യുന്നത്, ഓർ ഗേറ്റിൻ്റെ ഡാറ്റ ഫ്ലോ മോഡലിങ്ങും അതുപോലെ ഗേറ്റ് ലെവൽ മോഡലിങ്ങും ഡിസൈൻ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള എക്സാമ്പിൾ ശ്രദ്ധിക്കാം. എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റ് നമുക്ക് ഇതുപോലെ ചെയ്യാം അല്ലേ. എക്സോർ ഗേറ്റിൻ്റെ സിമ്പൽ ഇങ്ങനെയായിരുന്നു, എക്സോർ ഗേറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ഗേറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. എക്സോർ ടു ഗേറ്റ് ലെവൽ എന്നുള്ള ഒരു കീവേഡ് വെച്ചിട്ട് ഞാനതിനെ ഡിഫൈൻ ചെയ്തു. ഔട്ട്പുട്ട് വൈ, ഇൻപുട്ട് എ കോമ ബി, എക്സോർ വൈ കോമ എ കോമ ബി. കാരണം അത് ഏത് മോഡലിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ്. എൻഡ് മൊഡ്യൂൾ എന്നുള്ള കീവേഡ്, റൈറ്റ്. ഇങ്ങനെയാണ് നമ്മൾ എക്സോർ ഗേറ്റ് ഡിസൈൻ ചെയ്തത്. ഇതിൻ്റെ വെരിലോഗ് ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക, ആകെ വരുന്ന വ്യത്യാസം നമുക്ക് ബൂലിയൻ എക്സ്പ്രഷൻ ഓൾറെഡി അറിയാം. വൈ ഈക്വൽ ടു ബൂലിയൻ എക്സ്പ്രഷൻ ഓൾറെഡി നമുക്ക് അറിയാം. വൈ ഈക്വൽ ടു എ എക്സോർ ബി ആണ്. എ എക്സോർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ടേംസിൽ എഴുതാൻ പറ്റുക, വൈ ഈക്വൽ ടു എ എക്സോർ ബി, അങ്ങനെയല്ല എഴുതാൻ പറ്റുക. അപ്പോൾ നമ്മൾ ആദ്യം മൊഡ്യൂൾ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. ആദ്യം നമ്മുടെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തു, മൊഡ്യൂളിൻ്റെ പേര് എഴുതി, ഔട്ട്പുട്ട് വൈ ആണെന്നും ഇൻപുട്ട് എ ബി ആണെന്നും ഡിഫൈൻ ചെയ്തു. അസൈൻ എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു, വൈ ഈക്വൽ ടു എ എക്സോർ ബി എൻ മൊഡ്യൂൾ. ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ഓർ ഗേറ്റ് ഡിസൈൻ, ഓർ ഗേറ്റ് അല്ലല്ലോ, എക്സോർ ഗേറ്റ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായല്ലോ എക്സോർ ഗേറ്റിൻ്റെ ഡിസൈൻ മോഡൽ. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എക്സോറും ഓറും ഡിസൈൻ ചെയ്തു. ഇനി നമുക്ക് നാൻഡ് ഡിസൈൻ ചെയ്യാം. നാൻഡ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ സെയിം മെത്തേഡിൽ ഡിസൈൻ ചെയ്യാം, വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്യാം. നമുക്ക് കുറച്ചൊന്ന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡിസൈൻ ചെയ്ത് നോക്കാം. കാരണം നമ്മളിപ്പോൾ ഗേറ്റ് ലെവൽ പഠിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കുറേ ഡെപ്തിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള നാൻഡ് ഗേറ്റ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ലെവലിൽ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ വളരെ ക്ലിയർ ആണ്, നാൻഡ് ഗേറ്റ് നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഈ ഒരു സർക്യൂട്ട് ഡയഗ്രാം വെച്ചിട്ടാണ് നാൻഡ് ഗേറ്റ് ഡിസൈൻ ചെയ്യുന്നത്. ഇതാണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന സർക്യൂട്ട്. ആൻഡ് പ്ലസ് നോട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആദ്യം ഡാറ്റ ഫ്ലോ മോഡലിംഗ് ആണ്. അത് വളരെ എളുപ്പമാണ്. നാൻഡ് ആണല്ലോ, നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് പ്ലസ് നോട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാം, ബൂലിയൻ എക്സ്പ്രഷൻ ഇങ്ങനെ വരിക അല്ലേ. അപ്പോൾ നമ്മൾ വെരിലോഗിൽ എഴുതുമ്പോൾ വൈ ഈക്വൽ ടു എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ആൻഡ് ആണ്. ഇതിൻ്റെ കോംപ്ലിമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി എന്തായിരിക്കും, നാൻഡ്. അപ്പോൾ എ ആൻഡ് ബി എന്നുള്ള ബൂലിയൻ എക്സ്പ്രഷൻസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് നാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കീവേഡ് മൊഡ്യൂൾ, നാൻഡ് ടു ഡാറ്റ ഫ്ലോ എന്നുള്ളത് നമ്മുടെ മൊഡ്യൂളിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്ത കീവേഡ്. ഔട്ട്പുട്ട് വൈ, ഇൻപുട്ട് എ ബി അല്ലേ. അസൈൻ വൈ ഈക്വൽ ടു കോംപ്ലിമെൻറ്റ് ഓഫ് എ ആൻഡ് ബി, അങ്ങനെയല്ല നാൻഡ് ഡിഫൈൻ ചെയ്യുന്നത് എൻ മൊഡ്യൂൾ. ഇതാണ് ഡാറ്റ ഫ്ലോ മോഡലിംഗ്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാനുള്ളത്, അപ്പോൾ ഡാറ്റ ഫ്ലോ മോഡലിംഗ് ഏറ്റവും എളുപ്പമാണ്. എത്ര വലിയ എക്സ്പ്രഷൻ, ഇപ്പോൾ ഫുൾ ആഡറും ഹാഫ് ആഡറൊക്കെ നിങ്ങൾക്ക് ഇത് വെച്ച് ഡിസൈൻ ചെയ്യാം. ഫുൾ ആഡറിൻ്റെ സം ഇക്വേഷനും ക്യാരി ഇക്വേഷനും പറഞ്ഞാൽ മതി. ആയിരിക്കും എങ്ങനെ വേണമെങ്കിലും ഡാറ്റ ഫ്ലോ മോഡലിംഗ് എന്ത് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. ഗേറ്റ് ലെവൽ മോഡലിംഗ് ആണ് കുറച്ച് കൺഫ്യൂസിങ് ആവുക. അപ്പോൾ നിങ്ങൾ നോക്കുക, ഗേറ്റ് ലെവൽ മോഡലിങ്ങിന് ഞാൻ എടുക്കുന്നത്, എനിക്ക് രണ്ട് സർക്യൂട്ടും യൂസ് ചെയ്യാം. ഞാൻ ഈ സർക്യൂട്ട് വെച്ചിട്ടാണ് ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എങ്ങനെ എൻ്റെ സർക്യൂട്ട് വരുന്നത് നോക്കുകയാണെങ്കിൽ എ ബി എന്നുള്ള രണ്ട് ഇൻപുട്ട്, ഇതിനാദ്യം ഞാൻ എന്ത് ചെയ്യും, നാൻഡിലേക്ക് കണക്ട് ചെയ്യും. ഇതൊരു ആൻഡിലേക്ക് കണക്ട് ചെയ്യും. ഈ ആൻഡിൻ്റെ ഔട്ട്പുട്ട് ഞാൻ എന്തിലേക്ക് കണക്ട് ചെയ്യും, ഒരു നോട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇങ്ങനെയാണല്ലോ എൻ്റെ സർക്യൂട്ട് ഡയഗ്രം ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത്, എനിക്ക് രണ്ട് ഗേറ്റിന് എനിക്ക് രണ്ട് ഗേറ്റുകൾ വരുന്നുണ്ട്. ഫസ്റ്റ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് സെക്കൻഡ് ഗേറ്റിന് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനെ ഒരു വയറായിട്ട് കൺസിഡർ ചെയ്തു, അല്ലെങ്കിൽ ഒരു വയർ വഴിയാണല്ലോ ഈ ആൻഡും നോട്ടും നമ്മൾ ഇൻ്റർ കണക്ട് ചെയ്യുന്നത്, ഒരു സിമ്പിൾ വയർ വഴി. അപ്പോൾ ഒരു വയർ ഞാനിവിടെ കണക്ട് ചെയ്തു, റൈറ്റ്. അപ്പോൾ അതിന് വയർ എന്നുള്ളൊരു കീവേഡ് എനിക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഞാൻ ആദ്യം ചെയ്യുന്നത് മൊഡ്യൂൾ ഡിഫൈൻ ചെയ്തു, നാൻഡ് ടു ഗേറ്റ് ലെവൽ എന്നുള്ള കീവേഡ് ഞാൻ മൊഡ്യൂളിൻ്റെ പേരായിട്ട് സെറ്റ് ചെയ്തു. ഔട്ട്പുട്ട് വൈ ഡിഫൈൻ ചെയ്തു, ഇൻപുട്ട് എയും ബിയും ഡിഫൈൻ ചെയ്തു ആദ്യത്തെ കേസിൽ അല്ലേ. ഇനി ഞാൻ ഒരു വയറിനെ ഡിഫൈൻ ചെയ്യാണ്, കാരണം ഈ ഒരു സർക്യൂട്ട് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുള്ളൂ. വയറിൻ്റെ പേര് ഞാൻ വൈ ഡി എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. വയർ സ്പേസ് വൈ ഡി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വയർ ഡിഫൈൻ ചെയ്തു, ആ വയറിനെ വൈ ഡി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. യെസ്. ഇനി നിങ്ങൾ നോക്ക്, നമ്മൾ ഓൾറെഡി എയും ബിയും ഒക്കെ ഇൻപുട്ടായിട്ട് ചെയ്തിട്ടുണ്ട്. വൈ ഡി എന്നുള്ളത് വയറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആൻഡ് ചെയ്യുന്നത് വൈ ഡി കോമ എ കോമ ബി. എയും ബിയും അതിൻ്റെ ഇൻപുട്ടാണ്,
വൈ ഡി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത വയറാണ്. ഇത് മൂന്നും കൂടി ആൻഡ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാനുള്ളത് അപ്പോൾ മൂന്നും ആൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് വൈ ഡി എ ബി മൂന്നിനും കൂടി റിസൾട്ടാണ് നമുക്കിവിടെ കിട്ടുക. ഈ വൈ ഡി എന്നുള്ള ഒരു വയറും എൻ്റെ മൊത്തം ഔട്ട്പുട്ടും ഇതല്ലേ, ഇതിപ്പോൾ വൈ ഡി എന്നുള്ള വയറും ഇതിൻ്റെ മൊത്തം ഔട്ട്പുട്ടാണ്, ഔട്ട്പുട്ട് വൈ ആണ്. ഈ വൈയും വൈ ഡിയും ഞാൻ എന്ത് ചെയ്തു, നോട്ട് ചെയ്തു. കാരണം നമ്മുടെ രണ്ടാമത് വരുന്ന ഗേറ്റ് നോട്ട് ഗേറ്റ് അല്ലേ. ഇതിന് ശേഷം നമ്മൾ എൻ മൊഡ്യൂൾ ചെയ്തു. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ആദ്യം മൊഡ്യൂൾ നെയിം ഡിഫൈൻ ചെയ്തു, ഔട്ട്പുട്ട് ഇൻപുട്ട് മെൻഷൻ ചെയ്തു. വയർ ഉണ്ടെങ്കിൽ വയർ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇതിനുശേഷം വയർ മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് വരുന്ന ആൻഡ് ഗേറ്റ് ആണ്. അപ്പോൾ ആൻഡ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി വയറും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ ആൻഡ് ചെയ്യാം, വൈ ഡി കോമ എ കോമ ബി. അപ്പോൾ എയും ബിയും വൈ ഡിയും നമ്മൾ ആൻഡ് ചെയ്തു. വൈ ഡി എന്ന് പറഞ്ഞാൽ വയറാണ്. ഈ കിട്ടിയിരിക്കുന്ന വൈ ഡി എന്നുള്ള വയറും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു നോട്ട് ഗേറ്റിലേക്കാണ്. അപ്പോൾ നോട്ട് വൈ കോമ വൈ ഡി എൻ മൊഡ്യൂൾ. ഇതേപോലെ തന്നെയാണ് നമ്മൾ നോറ് ഡിസൈൻ ചെയ്യുക. നോറ് നമുക്ക് ഇങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് വേയിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഒരു ആൻഡിന് പകരം നമുക്കിവിടെ വരുന്ന ഒരു ഓറും പിന്നെ ഒരു നോട്ടും ആയിരിക്കും. ഇങ്ങനെ എനിക്ക് നോറ് ഡിസൈൻ ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കാം. നിങ്ങൾ നോക്ക്. വയർ ഇൻ വെരിലോഗ് represent electrical connection. വയർ വൈ ഡി ആൻഡ് വൈ ഡി കോമ എ കോമ ബി നോട്ട് വൈ കോമ വൈ ഡി എൻ മൊഡ്യൂൾ. ഇങ്ങനെയാണ് കീവേഡ് എങ്കിൽ ആൻഡ് ഈസ് ദി ഓപ്പറേഷൻ പെർഫോംഡ് ഓൺ എ ആൻഡ് ബി ടു ഗെറ്റ് ദി ഔട്ട്പുട്ട് ഇൻ വൈ ഡി അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മീനിങ് വളരെ ക്ലിയർ ആണ്. എയും ബിയാണ് ഞാൻ ആൻഡ് ചെയ്യുന്നത്, അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും, ഫസ്റ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും എൻ്റെ ഔട്ട്പുട്ട്. വൈ ഡി എന്നുള്ളത് അതിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് ആക്ട് ചെയ്യുക. അതായത് എയും ബിയും ആൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് വൈ ഡി, അങ്ങനെയാണ് ഫസ്റ്റ് കീവേഡിൻ്റെ മീനിങ്. ആദ്യം ഇടുന്നത് അതിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് റീഡ് ചെയ്യുക. അതിന് ഔട്ട്പുട്ടും ഇൻപുട്ടും ഏതൊക്കെയാണെന്ന് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ വൈ ഡി ഈസ് പാസ്ഡ് ത്രൂ ആൻ ഇൻവേർട്ടർ ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ വൈ. അപ്പോൾ ഇതിന് ശേഷം നമ്മളൊരു ഇൻവേർട്ടറിലേക്കാണ് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ദ കമ്പൈലർ അണ്ടർസ്റ്റാൻഡ് ദ ആൻഡ് നോട്ട് ഓപ്പറേഷൻ ആസ് സെയിം വേ വി ഡു. എൻ മൊഡ്യൂൾ ടെർമിനേറ്റ് ദി മൊഡ്യൂൾ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഗേറ്റ് ലെവൽ മോഡലിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇത് ശരിക്കും ഡയറക്റ്റ് വേയിൽ നമുക്ക് നാൻഡ് എന്നുള്ള കീവേഡ് വെച്ച് തന്നെ ചെയ്യാം. നമ്മൾ ആൻഡ് പ്ലസ് നോട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. കാരണം ഗേറ്റ് ലെവൽ മോഡലിംഗ് നിങ്ങൾക്ക് ഫെമിലിയർ ആവണമെങ്കിൽ ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റഡ് വേയിലൂടെ ചെയ്താൽ മാത്രമേ നമുക്കിനി ഹയർ പ്രോഗ്രാംസൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വെരിലോഗ് ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വെരിലോഗ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം നമുക്കൊരു 2 വീഡിയോയും കൂടി കഴിഞ്ഞാൽ വെരിലോഗും കൂടി കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ഉറപ്പായിട്ടും വെരിലോഗിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. കറക്റ്റായിട്ട് പഠിക്കുക. അത് കാണാപ്പാടം പഠിക്കരുത്, നിങ്ങൾക്ക് തന്നെ ഓണായിട്ട് ഡെവലപ്പ് ചെയ്യാവുന്നതാണ് ഈ കോഡിങ്ങൊക്കെ. ഓക്കെ, ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.